മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഒരു ക്യാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട്. കേട്ടാൽ ആരുടെയും മനസ്സലിഞ്ഞു പോകുന്ന ഒരു ക്യാപ്സ്യൂൾ. അതിനായി രംഗത്തെത്തുന്നു AK ബാലൻ. മുഖ്യമന്ത്രിയും ഫാമിലിയും ഇന്തോനേഷ്യയിലേക്ക് ട്രിപ്പ് പോയതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ കാര്യവും പറഞ്ഞ് എന്തൊക്കെ വിവാദം ഉണ്ടായി ഇവിടെ. എല്ലാവരുടെ സംശയങ്ങൾക്ക് ഉത്തരം തരാൻ നമ്മുടെ ബാലൻ സഖാവ് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കെട്ടുകഥകൾ ഉണ്ടാക്കിയത്, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നു, എല്ലാവർക്കും അറിയാം. പാർട്ടിയുടെ അംഗീകാരം കൊടുക്കുന്നു, അതും അറിയാം. ഇത് സ്വകാര്യ യാത്രയാണ്, സന്ദർശനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു. പിന്നെ എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത്? കേന്ദ്ര സർക്കാരിന്റെ അനുവാദം കിട്ടി, ഓക്കെ. പാർട്ടിയും അനുവാദം കൊടുത്തു, അതും ഓക്കെ. വ്യക്തിപരമായിട്ടുള്ള ട്രിപ്പാണ്, അതും സമ്മതിച്ചു. പക്ഷെ ഇവിടെ ചോദ്യം അതല്ലല്ലോ. ഈ ട്രിപ്പിന്റെ കാര്യം ഇവിടെ ആരോടും പറയാഞ്ഞത് എന്താ? ഇവിടുത്തെ സാധാരണക്കാരറിഞ്ഞോ? ഒരു പത്രക്കുറിപ്പ് ഇറക്കിയോ? എന്തിന് ഗവർണറോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ടൂർ പോവാണെന്ന്? ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാ രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത്. അതെന്ത് സ്ട്രെയിൻ? നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു, ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു. അതെ, നവകേരള സദസ് നടക്കുന്ന സമയത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എന്തൊരു സ്ട്രെയിൻ ആയിരുന്നു. ആ സമയത്ത് പാവം കറുത്ത തുണി കണ്ട അവരെയൊക്കെ തല്ലിച്ചതയ്ക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പ്രവർത്തകരെ ജീവൻ രക്ഷാ പ്രവർത്തകരെന്ന് പറഞ്ഞ് ന്യായീകരിക്കണ്ടേ? അങ്ങനെ എന്തൊക്കെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു പാവത്തിന്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30 ദിവസം അദ്ദേഹം ഒരു ദിവസം 4 മണിക്കൂർ കണ്ട് പ്രസംഗിച്ചു. പാവം, ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ടോ? ലോകത്തെ ഏതെങ്കിലും നേതാവ് ഇതുപോലെ 3-4 മണിക്കൂർ ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തണ്ടേ? ഇതൊന്നും പോരാഞ്ഞിട്ട് ആ മനുഷ്യൻ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് എവിടെയൊക്കെ എത്ര തവണ മൈക്ക് കേടായി. അപ്പൊ ഒക്കെ പാവത്തിന് എത്ര മെന്റൽ സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ആരും എന്താ മനസ്സിലാക്കാത്തത്? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ കേറല്ലേ. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക, അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? വിശ്രമിച്ചോ, എത്ര വേണമെങ്കിലും വിശ്രമിച്ചോ. അതിനിവിടെ ആരൊന്നും പറഞ്ഞില്ലല്ലോ. ആരൊന്നും പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ യാത്രനെ വളരെ സംസ്കാര സമ്പന്നമായ ഭാഷയോടെയാണല്ലോ ഇവിടെ സുധാകരൻജി വിമർശിച്ചത്. ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണ് മുഖ്യമന്ത്രി. പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 അൽസേഷനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ. ആഹാ, എന്തൊരു സംസ്കാര സമ്പന്നമായ ഭാഷ. ഇങ്ങനെയുള്ള വിമർശനങ്ങളിൽ സുധാകരൻജിനെ കടത്തിവെട്ടാൻ ആരുമില്ലാന്ന് നമുക്ക് പണ്ടേ അറിയണതാണല്ലോ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയുടെ വിശ്രമം. CM വിശ്രമിച്ചോട്ടെന്ന്. പക്ഷെ ആരോപണങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മറുപടി പറഞ്ഞൂടെ? സ്പോൺസർ ട്രിപ്പ് ആണോന്നൊക്കെയാണ് നാട്ടുകാർ ചോദിക്കണത്. പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി, ഒരു ദിവസം വിശ്രമിച്ചു ഇല്ലേ? അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ. അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? 6 ദിവസം പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് ദൈവം വരെ വിശ്രമിച്ചു. പിന്നെയാണോ പിണറായി വിജയൻ? അതേപോലെയാണ് നമ്മുടെ CM വിശ്രമിക്കാൻ പോയതെന്ന്. ആഹാ, എന്താ ഉപമ! 6 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവം വിശ്രമിച്ച 7ാം നാൾ, the 7th day. അതായത് ബാലൻ സഖാവേ, നിങ്ങളുടെ ദൈവം വിശ്രമിച്ചോട്ടെ. പക്ഷെ ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ ചുമതല ആരെയും ഏൽപ്പിക്കാണ്ട് ഒറ്റ പോക്ക് പോയതല്ലേ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ CM എവിടെയാ? അങ്ങ് ഇന്തോനേഷ്യയിൽ. ഇത് ബഹിരാകാശത്തിലേക്കൊന്നല്ലല്ലോ പോയത്. ഇത് നമ്മുടെ ഒരു വെളിപാടകളെയുള്ള രാജ്യല്ലേ. ഇപ്പൊ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയോ? ഇന്തോനേഷ്യ നമ്മളറിയാത്ത രാജ്യമൊന്നല്ലല്ലോ. ഇതാ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യല്ലേ. അതിനാണോ നിങ്ങൾ എല്ലാരും കൂടി ഈ ബഹളം വെക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനയാത്രക്ക് എത്ര മണിക്കൂർ വേണോ? അത്ര ദൂരെ ദുബൈയിലുള്ളൂ. ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞ് എന്തോ ബഹിരാകാശം, എന്തോ കനഡക്കപ്പുറമുള്ള ഏതോ രാജ്യം ഇന്നലെ ധരിക്കുക.
ദുബായ്, സിംഗപ്പൂര്, ഇന്തോനേഷ്യ അതൊക്കെ നമ്മുടെ കോംറേഡ്സിന് ചാല മാർക്കറ്റിലോ പാളയത്തോ പോയി വരുന്ന പോലെയല്ലേ? ഇതൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ വിശ്രമിക്കാൻ പോണ സ്ഥലമാണെന്നേ. ഇനി അഥവാ നമ്മുടെ CM-ന് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഇവിടെ വേണ്ടി വന്നു എന്ന് വിചാരിക്കും, അതിനും ബാലൻ സഖാവിന്റെ കയ്യിൽ ഉത്തരണ്ട്. പിണറായി വിജയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു, അറിയോ നിങ്ങള്? ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ദാദി ഇവിടെ തൊട്ടടുത്തുണ്ട്. മുഖ്യമന്ത്രിനെ ഇവിടെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നീട്ടി വിളിച്ചാൽ മതി, അപ്പം മൂപ്പര് ഇവിടെ എത്തും. CM-ഏ അപ്പോ മുഖ്യമന്ത്രി ഇവിടെ ഇല്ല എന്ന് ആലോചിച്ചും മുഖ്യമന്ത്രിയുടെ ചുമതല വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചും ആരും ടെൻഷൻ അടിക്കണ്ട. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാലേ നമ്മളൊന്ന് കണ്ണടച്ച് തുറന്നാൽ എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. മാത്രല്ല മുഖ്യമന്ത്രി പോയേക്കണത് ഉല്ലസിക്കാനല്ല, പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് ദൈവം വിശ്രമിച്ച പോലെ വിശ്രമിക്കാനാണ്. CM-ഏ മടങ്ങി വരൂ, അങ്ങേ കാത്ത് കേരള ജനതയും മുഖ്യമന്ത്രി കസരിയും കാത്തിരിക്കുകയാണ്. റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ലേ? ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗതാഗത മന്ത്രി. സമാധാനമായി പോകുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, അവിടേക്ക് ഒരവതാരം പൊട്ടി വീഴും. ഗതാഗത മന്ത്രിയായിട്ട് ഗണേശേട്ടൻ ചുമതലയേറ്റതേ ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെയായിരുന്നു പരിഷ്കാരങ്ങൾ? ഇനി എച്ചില്ല, വണ്ടി കയറ്റത്തി നിർത്തണം, റിവേഴ്സ് ഇട്ട് പാർക്ക് ചെയ്യണം, ടെസ്റ്റിന് പഴയ വണ്ടികൾ ഉപയോഗിക്കാൻ പാടില്ല, 100 ലൈസൻസ് ഒന്നും ദിവസേന ഇനി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഗണേശേട്ടൻ തീരുമാനങ്ങൾ എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ മൊത്തം ഒരു വെടിയും പുകയായിരുന്നു. എന്നും പ്രതിഷേധത്തോട് പ്രതിഷേധം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കേന്ദ്ര നിയമത്തിൽ പറയുന്ന എന്തൊക്കെ പരിശോധിക്കണം എന്നുള്ള കടലാസ് ഇന്ന് തരാം. നവീകരണം വേണം എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു കോൺസെൻസസ് ഉണ്ടാക്കണം, ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം. ചർച്ചയോ? നെഹി, ഗണേശേട്ടന് തോന്നണ പരിഷ്കാരങ്ങൾ ഉത്തരവായിട്ട് അങ്ങ് ഇറക്കും, എല്ലാവരും അതനുസരിച്ചാൽ മതി. അതിൽ മാതൃകാപരമായ ഒരു സമീപനം ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോ, നെവർ. ഗണേശേട്ടൻ ഒരു തരി പോലും പിന്നോട്ട് പോയില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയണ പോലെ പരിഷ്കരിച്ച സർക്കുലറിലെ തീരുമാനങ്ങൾ അതേപോലെ തന്നെ നടത്തുന്നതാണ് ഗണേശേട്ടൻ പറയുന്നത്. ചർച്ച നടത്തണം. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ആർബിട്രറിയായി അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പാവം ഗണേശേട്ടൻ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തുടങ്ങിയതായി തിരിച്ചടി. ആദ്യം ഇലക്ട്രിക് ബസ് നിർത്താൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം എല്ലാവരും അത് തള്ളി പറഞ്ഞു. ഇപ്പതേ ഡ്രൈവിംഗ് ടെസ്റ്റില് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ പറയാ ഇതുപോലെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്ന്. എന്നും തിരിച്ചടിയും ഒറ്റപ്പെടുത്തലും ഏറ്റുവാങ്ങാന്നുള്ളതായി പോയി ഗണേശേട്ടന്റെ വിധി. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.